കായംകുളം താലൂക്ക് ആശുപത്രി നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണെന്ന് നഗരസഭ ബിജെപി പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. നിരവധി പോരായ്മകളും അനാസ്ഥയുമാണ് നഗരസഭാ നേതൃത്വം ഇവിടെ കാട്ടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രി നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണെന്ന് നഗരസഭ ബിജെപി പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. കായംകുളം ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ എയ്ഡ് പോസ്റ്റിൽ ആ പോലീസുകാർ ഉപയോഗിക്കേണ്ട എയ്ഡ് പോസ്റ്റ് സാമൂഹ്യ വിരുദ്ധരും അവിടുത്തെ മറ്റ് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാർത്ത പൊതുസമൂഹം വളരെ വിഷമത്തോടു കൂടിയാണ് കേട്ടത്. കാരണം കായംകുളം താലൂക്ക് ആശുപത്രി പോലെ ഹൈവേ സൈഡിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെ ചെല്ലുന്ന അവസരത്തിൽ ആ രോഗികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട, പ്രശ്നം വരുമ്പോൾ സംരക്ഷണം കൊടുക്കേണ്ട രോഗികൾക്കും വിശിഷ്ട ഡോക്ടർമാർക്കും അല്ലെങ്കിൽ ജീവനക്കാർക്കും സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യതയുള്ള ആ എയ്ഡ് പോസ്റ്റിലെ ജീവനക്കാരെ അവരെ പുറന്തള്ളിക്കൊണ്ട് മറ്റുള്ളവർ കയറുമ്പോൾ ഈ നിയമം എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അപ്പം ആ ഹോസ്പിറ്റലിൽ ഒട്ടനവധി വിഷയങ്ങൾ കായംകുളം ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് അവിടെ ഡംപ് ചെയ്തിരുന്ന കുറേ മണൽ അത് കടത്തിക്കൊണ്ടുപോയി. അപ്പം ആ കൂട്ടിയിട്ടിരുന്ന മണൽ അത് വാരിക്കൊണ്ടുപോയ ആളുകളെ അറിയത്തില്ല. ആ ഹോസ്പിറ്റലിൻ്റെ റെക്കോർഡിൽ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, സുതാര്യമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നില്ല. ഈ അവസ്ഥ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് കായംകുളത്തെ ജനസാമാന്യം ചോദിക്കുന്നത്. നഗരസഭയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്ന്, അവിടെ വരുന്ന സാധാരണക്കാർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഡോക്ടർമാരുടെ അപര്യാപ്തതയുണ്ട്, നിരവധി പോരായ്മകളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണം അവിടെ നിന്ന് മണ്ണ് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ മണ്ണ് കടത്തിക്കൊണ്ടുപോയതിന് പകരം അവിടെ വേറെ എന്തോ ആണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള നിലയ്ക്കാണ് ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ മണ്ണ് കടത്തിക്കൊണ്ടുപോയ വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ആരാണെങ്കിലും അത് അന്വേഷണം നടത്തി കുറ്റക്കാരായ ആൾക്കാരെ കണ്ടെത്തണം. അതാണ് BJP ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള നഗരസഭയുടെ അധീനതയിലുള്ള കായംകുളം സർക്കാർ ആശുപത്രിയിൽ അവിടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി BJP തീർച്ചയായിട്ടും സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിർധനരും സാധാരണക്കാരുമായ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാകേണ്ട ആശുപത്രി ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. മാന്യമായി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് പോലും അപഖ്യാതി ഉണ്ടാക്കുന്ന രീതിയിൽ ചില ബാഹ്യശക്തികൾ ആശുപത്രി ഭരിക്കുകയാണെന്നും BJP കൗൺസിലർമാർ പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഉദ്യോഗസ്ഥരെ കാണാനില്ല. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആശുപത്രിയിൽ ഇതിനായി കുഴിച്ചെടുത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് ലോഡ് കണക്കിന് കടത്തിക്കൊണ്ടുപോയതായും ആരോപണമുണ്ട്. നഗരസഭാ നേതൃത്വവും ആശുപത്രി അധികൃതരും ഇക്കാര്യത്തിൽ നോക്കുകുത്തികളാകുന്നു. നിരവധി പോരായ്മകളും അനാസ്ഥയുമാണ് നഗരസഭാ നേതൃത്വം ഇക്കാര്യത്തിലേക്ക് കാട്ടുന്നത്. ഇതിനെതിരെ BJP ശക്തമായി പ്രതിഷേധിക്കുമെന്നും മണ്ണ് കടത്തിയ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ രാജേഷ് കമത്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരായ പുളിയറ വേണുഗോപാൽ, കവിത രാജേഷ്, അനിത, ഷീല പ്രസാദ്, BJP നേതാക്കളായ പാലമുറ്റത്ത് വിജയകുമാർ, കൃഷ്ണകുമാർ രാംദാസ്, ആർ വിനോദ്, ബിജു ആമ്പക്കാട് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.